മാന്യപ്രേക്ഷകർക്ക് ജെയിംസ് വിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ 6 അംഗ സംഘം ഇങ്ങനെ ഡൽഹിയിൽ യാത്ര തുടരുകയാണ്. ഇന്ന് റെൻ്റേ കാർ ഒഴിവാക്കി ഞങ്ങൾ ഡൽഹി മെട്രോയിലാണ് യാത്ര ചെയ്യുന്നത്. ഡൽഹി മെട്രോയിൽ ഒന്ന് യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. ബോർഡിൽ കാണിച്ച പ്രകാരം 1 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ട്രെയിൻ എത്തി. കയറിയ സമയത്ത് ട്രെയിൻ നിറയെ ആളായിരുന്നു, ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ ഡൽഹിയിലെ സുഹൃത്തായ സജീവുമായി ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. പാർലമെൻറ്റ് മന്ദിരങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി. അതിനായി ഞങ്ങൾ പാർലമെൻറ്റിന് തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല. സ്റ്റേഷനും പാർലമെൻറ്റിലും ഇടയ്ക്കായി കണ്ട ഒരു ഷോപ്പിൽ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാം എന്ന് കരുതി നിന്നതാണ്. അപ്പോഴാണ് അവിടെ വാനരന്മാരുടെ ഒരു കളി നടക്കുകയാണ്. കുറേ നേരം അതൊക്കെ കണ്ടു നിന്ന് അവിടെ നിന്നൊരു കാപ്പിയും കുടിച്ചിട്ട് ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് നീങ്ങുകയാണ്. നേരെ എതിർവശത്തായി ഈ മതിൽക്കെട്ടിനുള്ളിൽ കാണുന്നതാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റ്. ഉള്ളിൽ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒന്നും ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് പഴയ പാർലമെൻറ്റും പുതിയ പാർലമെൻറ്റും അകവും പുറവും ഒക്കെ കണ്ട് സംതൃപ്തമായിട്ട് പുറത്തിറങ്ങി. വളരെയധികം ആൾക്കാർ പാർലമെൻറ്റ് സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു MP-യുടെ പാസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിന് ഉള്ളിൽ പ്രവേശനമുള്ളൂ. അപ്പോഴേക്കും ലഞ്ച് ടൈം ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് നമ്മളുടെ ഡൽഹിയിലുള്ള കേരള ഹൗസിലേക്കാണ്. കേരള ഹൗസിലെ VIP ലോഞ്ചിൽ സജീവ് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ കേരള ഹൗസൊക്കെ ചുറ്റി നടന്നൊന്ന് കാണണം. നല്ല വിശപ്പുള്ളത് കൊണ്ട് അത് ലഞ്ചിന് ശേഷമാകാമെന്ന് വിചാരിച്ചു. പല കെട്ടിടങ്ങളാണ് നമ്മുടെ ഈ കേരള ഹൗസ് സമുച്ചയത്തിനുള്ളിലുള്ളത്. ഇതിൻ്റെ മെയിൻ കെട്ടിടത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇതിനുള്ളിലായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കും MLA-മാർക്കും മറ്റ് VIP-കൾക്കുമുള്ള റൂംസൊക്കെ ഉള്ളത്. ഇതിൽ തന്നെയാണ് VIP ലോഞ്ചുമുള്ളത്. ഇതിൻ്റെ മെയിൻ ഹാളിൻ്റെ ഒരു സൈഡിലായി നമ്മുടെ ശബരിമലയുടെയും 18-ാം പടിയുടെയും ഒക്കെ മോഡലുകൾ വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഫുഡൊക്കെ വന്നു തുടങ്ങി. യൂണിഫോം ഒക്കെ ധരിച്ച് ധാരാളം സ്റ്റാഫുകൾ ഇവിടെ നമുക്ക് സെർവ് ചെയ്യാനായിട്ടുണ്ട്. നല്ല ഒറിജിനൽ നെയ്മീൻ കറിയും തോരനും പപ്പടവും അതും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മെയിൻ ഹാളിൽ വന്ന് കുറേ നേരം കുശലങ്ങളൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുത്തു. പിന്നീട് ഞങ്ങൾ പുറത്തിറങ്ങി കേരള ഹൗസും പരിസരവും ഒക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ധാരാളം VIP കാറുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. അടുത്തതായി ഞങ്ങൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹി പാണ്ഡവ് നഗറിലുള്ള അക്ഷർധാം എന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഇവിടെ നിന്ന് പാണ്ഡവ് നഗറിലേക്ക് ഏകദേശം 10 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. അവിടേക്ക് ഞങ്ങൾ മെട്രോയിൽ തന്നെ പോകാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള വലിയ മതിൽക്കെട്ടാണ് ഈ കാണുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. നമ്മുടെ മൊബൈലെന്നല്ല ഒരു സാധനങ്ങളും നമ്മുടെ അകത്തേക്ക് കടത്തിവിടുന്നതല്ല. എല്ലാം ബാഗിലിട്ട് നമ്മളിവിടെ എൻട്രൻസിൻ്റെ അവിടെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിലെന്തെല്ലാം ഉണ്ടെന്നുള്ളത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും വേണം. അക്ഷർധാം കാഴ്ചകളെപ്പറ്റി ഞങ്ങൾ റിവ്യൂ പറയുകയാണെങ്കിൽ സൂപ്പർ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പാർഷ്യലിയുള്ള വീഡിയോസോ സ്റ്റിൽസോ ഒക്കെ കിട്ടുന്നതായിരിക്കും. അടുത്തതായി ഞങ്ങൾ കാണാൻ പോകുന്നത് ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണമായ ലോട്ടസ് ടെമ്പിളാണ്. ഇത് ബഹായ് മതവിശ്വാസികളുടെ ആരാധനാലയമായതുകൊണ്ട് തന്നെ ബഹായ് ക്ഷേത്രം എന്നും ഒരു പേരിതിനുണ്ട്. താമരയുടെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ലോട്ടസ് ടെമ്പിൾ എന്ന് പേര് വരാൻ കാരണം. 19-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മതമാണ് ബഹായ്. ബഹാവുള്ളയാണ് ഈ മതത്തിൻ്റെ സ്ഥാപകൻ. ബഹായ് മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും ധാരാളമായി നാനാജാതി മതസ്ഥർ ദിവസേന ഇവിടെ സന്ദർശിക്കാറുണ്ട്.
1986 പണിതീർന്ന ഈ ക്ഷേത്രം വലുപ്പത്തിലും ശില്പചാതുര്യങ്ങളിലും വളരെ മുന്നിട്ട് നിൽക്കുന്നു. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന മനോഹരമായ ഒരു ഉദ്യാനത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ പാദരക്ഷകൾ അനുവദനീയമല്ല. അവിടെ നിന്നും നമുക്ക് ഒരു കവർ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ പാദരക്ഷകൾ ആ കവറിനകത്താക്കി നമ്മളുടെ നടപ്പാതയ്ക്ക് തൊട്ട് താഴെയായിട്ട് ഒരു സിസ്റ്റം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷൂകളൊക്കെ സൂക്ഷിക്കാനായിട്ട്. അവിടെ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ തുടർന്ന് ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കാൻ. തുടർന്ന് അവിടുന്ന് ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിൽ നമ്മുടെ പാദങ്ങൾക്ക് ചൂടടിക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേകതരം മാറ്റ് അവർ വിരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലുമായി പടവുകളോടുകൂടിയ മനോഹരമായ കുളങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്നും വളരെ ദൂരം നടന്നു വേണം നമ്മൾ ഈ ക്ഷേത്രത്തിലെത്താൻ. 26 ഏക്കറോളമാണ് ഈ ഉദ്യാനവും ക്ഷേത്രവും കൂടിയുള്ളത്. ബാച്ചായിട്ടാണ് സന്ദർശകരെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനു മുമ്പ് അധികൃതർ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അടുത്തതായി ഞങ്ങൾ പോയത് ഡൽഹിയിലെ ചാണക്യപുരിയിലുള്ള നാഷണൽ റെയിൽ മ്യൂസിയം കാണാൻ വേണ്ടിയാണ്. ഇന്ത്യയുടെ റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ ഹിസ്റ്ററിയാണ് ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 1977 ഫെബ്രുവരി 1 ഇത് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത്. നോർമൽ ഡേയ്സിൽ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് 10. വീക്കെൻഡിൽ ഇതിൻ്റെ ഡബിളാകും. മൺഡേയും നാഷണൽ ഹോളിഡേയ്സും അവധിയാണ്. കുട്ടികൾക്കായുള്ള ട്രെയിനിനും മറ്റ് റൈഡുകൾക്കൊക്കെ എക്സ്ട്രാ ചാർജ് വരുന്നതാണ്. മ്യൂസിയവും പരിസരവും ഒക്കെ വളരെ വൃത്തിയായും മനോഹരവുമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ സമുച്ചയത്തിനുള്ളിലായി പള്ളി പോലെ ഒരു നിർമ്മിതി കണ്ടു. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് വേണ്ടിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന്. എന്തായാലും ഇനി ഞങ്ങൾ മ്യൂസിയത്തിനുള്ളിലെ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ പ്രധാനമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പുരാതന കാലം മുതൽ ഇന്ന് വരെയുള്ള മാറ്റങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ്. കാലാനുസൃതമായി മാറിക്കൊണ്ടിരുന്ന എഞ്ചിനുകളും ബോഗികളും പാളങ്ങളും പാലങ്ങളും തുരങ്കങ്ങളും തുരങ്കങ്ങളുടെ നിർമ്മിതികളും അതുപോലെ സിഗ്നലുകൾ, നമ്പർ പ്ലേറ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൂടുതലായി ഒന്നും തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ മ്യൂസിയത്തിനുള്ളിലെ മ്യൂസിയം എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഡൽഹിയിൽ നമ്പർ 1 സഫ്ദർജംഗ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയലാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും കുടുംബവും താമസിച്ചിരുന്ന വസതിയാണിത്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. ആ സംഭവത്തിന് ശേഷം ഇതൊരു മ്യൂസിയമായി മാറ്റുകയായിരുന്നു. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ദിവസേന ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടം സന്ദർശിക്കുന്നത്.
1964 പിതാവ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷമാണ് ഇന്ദിരാഗാന്ധി ഈ വീട്ടിലേക്ക് മാറുന്നത്. മലയാള പത്രങ്ങൾ മുതൽ ടൈംസ് മാഗസിൻ വരെയുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും വന്നിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ ഭാരതരത്നം ഉൾപ്പെടെയുള്ള എല്ലാ അവാർഡുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൊല്ലപ്പെടുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ധരിച്ചിരുന്ന സാരിയും ബാഗും ചെരുപ്പുകളും ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിക്ക് പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകളും അവാർഡുകളും അതുപോലെ കളക്ഷൻസുകളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് അയച്ച വിവാഹാശംസാ കത്താണ് ഈ കാണുന്നത്. ഇന്ദിരാഗാന്ധി കല്യാണത്തിന് ഉപയോഗിച്ചിരുന്ന സാരിയാണ് ഈ കാണുന്നത്. ഇനിയും നമുക്ക് രാജീവ് ഗാന്ധിയുടെ കുറേ ശേഷിപ്പുകളിലേക്ക് പോകാം. രാജീവ് ഗാന്ധി അസംബ്ലി ചെയ്ത റേഡിയോ, പൈലറ്റിൻ്റെ തൊപ്പി, ലൈസൻസ്, കുർത്ത, അതുപോലെ അദ്ദേഹം ബോംബ് സ്ഫോടനത്തിൽ മരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, കീറിപ്പറിഞ്ഞ രക്തം പുരണ്ട വസ്ത്രങ്ങളും ഷൂവും സോക്സും ഒക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്നത് 1991 മെയ് 21 രാജീവ് ഗാന്ധി തമിഴ്നാട്ടിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ മരിക്കുമ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ നമ്മൾ ഈ വസതിയിൽ ഒരുക്കിയിരുന്ന മ്യൂസിയം കണ്ടു കഴിഞ്ഞു. ഇനിയും നമ്മൾ ഈ വസതിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂം, ഡൈനിങ് റൂം, പൂജാമുറി എന്നിവയൊക്കെ കാണാനായിട്ട്.
അങ്ങനെ ഈ കാഴ്ചകളെല്ലാം അത്ഭുതപൂർവ്വം ഞങ്ങൾ കണ്ടതിന് ശേഷം അങ്ങനെ ആ വസതിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇതാണ് ചുറ്റും ഗാർഡനും ഫുട്പാത്തും ഒക്കെ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഭവനത്തിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി അവസാന നിമിഷങ്ങളിൽ സഞ്ചരിച്ചിരുന്ന പാതയാണ്. ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സന്ദർശകർക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കില്ല. ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് കൊണ്ട് അത് കവർ ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലം ക്ലിയർ ഗ്ലാസ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് കാണാം. ഈ ഭാഗത്താണ് സ്വന്തം അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീഴുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു നെടുവീർപ്പോടെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തൽക്കാലം ഇന്ദിരാഗാന്ധി മെമ്മോറിയലിനോട് വിട പറയുകയാണ്. ഇനിയും ഡൽഹിയിൽ കുറേ സ്ഥലങ്ങളൂടെ ഞങ്ങൾക്ക് സന്ദർശിക്കാനുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.